ആനന്ദ് സിനി സർവീസിൻ്റെ യൂണിറ്റ് ബസ്സുകളും ക്രെയിൻ വണ്ടികളും എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇന്ന് ക്രെയിനുകളെക്കുറിച്ച് സംസാരിക്കാനാണ്. സിനിമയിലെ ക്രെയിനിൻ്റെ ഉപയോഗം, നിങ്ങൾക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ക്രെയിനുകളെ പരിചയപ്പെടുത്തൽ തുടങ്ങിയവയാണ് നമ്മുടെ ഉദ്ദേശം. 1954 റിലീസ് ചെയ്ത നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ക്രെയിൻ മൂവ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ക്രെയിൻ മൂവ്മെൻറ്റ് ഷൂട്ട് ചെയ്യാൻ ക്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തെങ്ങിൻ തടി ഇട്ടിട്ട് അത് സീസോ പോലെ പ്ലേസ് ചെയ്തിട്ട് ഒരു സൈഡിൽ ക്യാമറാമാൻ ക്യാമറയുമായി ഇരുന്ന് മറ്റു സൈഡിൽ മറ്റൊരാളെ വെയിറ്റിന് വേണ്ടി ഇരുത്തി ഒരു 2 അടിയോളം ഹൈറ്റിലേക്ക് ക്യാമറ മുകളിലേക്ക് പൊക്കാനും താഴ്ത്താനും അവർക്ക് സാധിച്ചു. അതായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ക്രെയിൻ ഷോട്ട്. അത് നീലക്കുയിലിൽ 54 അതിനുശേഷം മലയാള സിനിമയിൽ ക്രെയിനുകൾ രംഗത്ത് വന്നു. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രെയിൻ, അത് ക്യാമറാമാനും ക്യാമറ അസിസ്റ്റൻറ്റും കയറിയിരിക്കാവുന്ന 2 സീറ്റുകളും ക്യാമറ ഫിക്സ് ചെയ്യാവുന്ന ഒരു സ്റ്റെമ്മും ഘടിപ്പിച്ചിട്ടുള്ള ഒരു 22 അടി വരെ ഹൈറ്റിലേക്ക് പോകാവുന്ന ക്രെയിൻ. അത് ആ കാലത്ത് വന്ന കാലത്ത് സിനിമയിലെ വലിയൊരു ലക്ഷറി ആയിരുന്നു. കാരണം അതിനു മുൻപ് സിനിമയിൽ ഈ മുകളിലേക്കും താഴേക്കും ഉള്ള മൂവ്മെൻറ്റ് സാധ്യമായിരുന്നില്ല. അത് ക്രെയിനുകളുടെ വരവോടുകൂടിയാണ്. പിന്നീട് ക്രെയിനുകളിലുണ്ടായ മാറ്റം, ഈ മാനുവൽ ക്രെയിനിൽ തന്നെ 40 അടി പൊക്കമുള്ള 40 ഫീറ്റ് ക്രെയിൻ, മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന 40 ഫീറ്റ് ക്രെയിൻസ് വന്നു. അതിനുശേഷം കൂടുതൽ ഹൈറ്റിലേക്ക് അതിൽ കൂടുതൽ ഹൈറ്റിലേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ റിസ്കി ആയിട്ട് ഉയരമുള്ള ബിൽഡിങ്ങുകളുടെ മീതെ ക്രെയിനൊക്കെ ഇട്ട് ചില ഷോട്ടുകൾ അപൂർവമായിട്ട് ചില സിനിമകളിൽ സാഹസികരായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പലപ്പോഴും അപകടങ്ങൾ സാധാരണമായിരുന്നു. അതിനൊരു പരിഹാരം എന്നോണമാണ് ആദ്യമായിട്ട് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ക്യാമറാമാൻ കയറേണ്ടാത്തതായിട്ടുള്ള ക്രെയിനുകൾ വരുന്നത്. ആ ശ്രേണിയിലെ ആദ്യത്തെ ക്രെയിൻ അക്കേല ക്രെയിനാണ്. അക്കേല ക്രെയിനിന് 72 അടി വരെ ഹൈറ്റിലേക്ക് പോകാൻ കഴിയും. ക്യാമറാമാൻ കയറേണ്ട താഴെ ഇരുന്നിട്ട് റിമോട്ടിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ജിറാഫ് എന്ന് പറയുന്ന ക്രെയിൻ വന്നു. ജിറാഫിന് ഫുൾ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഹെഡ് ഉണ്ടായിരുന്നു. ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ഫുൾ റൗണ്ട് അടിക്കുക, 360 റൗണ്ട് അടിക്കാമായിരുന്നു. അതിൽ തന്നെ 24 അടി വരെ ക്യാമറാമാനും അസിസ്റ്റൻറ്റിനും കയറി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 35 അടിയിലേക്കൊക്കെ പോകുമ്പോൾ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിനുശേഷം ജിമ്മി ജിപ്പ് വന്നു. ജിമ്മി ജിപ്പിൻ്റെ പ്രത്യേകത, ഈ ജിറാഫിനും അക്കേലയ്ക്കും സ്റ്റഡി ആയിട്ടൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുക. ജിമ്മി ജിപ്പിന് ട്രാക്കിൽ ഉള്ള മൂവ്മെൻറ്റും സാധ്യമായി. അപ്പോൾ ക്യാമറയ്ക്ക് ഒരു ക്യാരക്ടറിനെ അടുത്തേക്കൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് അതിൻ്റെ അടുത്ത ക്രെയിനിലെ അടുത്ത മൂവ്മെൻറ്റ് വന്നതാണ് സ്കോർപിയോ. സ്കോർപിയോയ്ക്ക് ടെലിസ്കോപ്പിക് നേച്ചറാണ്. ജിമ്മി ജിപ്പ് ഒരു ട്രാക്കിൽ ഇട്ടിട്ട് വേണം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകാനെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ഒരു സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് അതിൻ്റെ ഇതുപോലെയുള്ള ഈ സ്റ്റെമ്മ്, ബോഡി ഒന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഒരു സൂമിങ് എഫക്റ്റിൽ ക്യാമറ വളരെ ഫാസ്റ്റായിട്ട് ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ പലതരത്തിലുള്ള മോഡേൺ ക്രെയിനുകൾ, പാന്തർ ചെറിയ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മാത്രമുള്ള റൂമിനകത്ത് ഉപയോഗിക്കാവുന്ന ക്രെയിനാണ്. അങ്ങനെ പലതരം ക്രെയിനുകൾ നിലവിൽ വന്നു.